ഉദ്ഘാടന ദിവസം 1 രൂപയുടെ നോട്ടുമായിട്ട് വരുന്നവർക്ക് സൗജന്യമായിട്ട് ഷൂ നൽകുമെന്ന വലിയ വാർത്ത കേട്ടിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് ഈ 1 മാസം മുമ്പ് കോഴിക്കോട് തടിച്ചുകൂടിയതും തുടർന്നുണ്ടായ സംഘർഷമൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ഫ്രീ ആയിട്ട് എന്ത് കിട്ടുമെന്ന് അറിഞ്ഞാലും അത് മേടിച്ചു കൂട്ടാനായിട്ട് ആളുകൾ തടിച്ചുകൂടും, അതിൽ യാതൊരു സംശയവും വേണ്ട. ഇന്നത്തെ സുവിശേഷത്തിൽ വലിയൊരു ഓഫർ ഈശോ കൊടുക്കുകയാണ്. പക്ഷേ അത് നിരസിക്കുന്ന ഒരു ശതാധിപനെയാണ് നമ്മൾ കണ്ടുമുട്ടുക. നമ്മൾ പള്ളികളിലൊക്കെ വെഞ്ചിരിച്ച് വെള്ളം തെളിക്കുമ്പോൾ ആളുകൾ പറയുന്നൊരു പരാതിയാണ്, അച്ഛൻ ഞങ്ങളുടെ മേത്ത് വീണില്ല, അല്ലെങ്കിൽ അച്ഛൻ അങ്ങോട്ട് വന്നില്ലല്ലോ, അത്രയും അനുഗ്രഹം കൂടുതൽ കിട്ടട്ടെ എന്നൊക്കെ കരുതിക്കൊണ്ട് എങ്ങനെയെങ്കിലും കുറച്ച് അനുഗ്രഹം സ്വന്തമാക്കാനായിട്ടൊരു അവസരം കിട്ടിയാൽ അതെങ്ങനെയെങ്കിലും ഉപയോഗപ്പെടുത്തുന്നത് ചിന്തിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അങ്ങനെ ഇരിക്കുകയാണ് ഈശോ പറയുകയാണ്, ഞാൻ നേരിട്ട് നിന്റെ വീട്ടിൽ വന്ന് നിന്നെ സുഖപ്പെടുത്താം, നിന്റെ ഭൃത്തിനെ സുഖപ്പെടുത്താം എന്ന് പറയുമ്പോൾ ഈ ശതാധിപൻ പറയാണ്, അങ്ങ് എൻ്റെ വീട്ടിലേക്ക് വരാനുള്ള യോഗ്യത എനിക്കില്ല, ഒരു വാക്ക് പറഞ്ഞാൽ മാത്രം മതി എൻ്റെ ഭൃത്യൻ സുഖപ്പെടുമെന്നുള്ളത്. ഈ മനുഷ്യൻ്റെ ആഴമായിട്ടുള്ളൊരു വിശ്വാസമാണ് നമ്മളിവിടെ കാണുന്നത്. ഈശോയെ പോലും ആശ്ചര്യപ്പെടുത്തിയ ഒരു വലിയ വിശ്വാസത്തിന് ഉടമയാണ് ഈ ശതാധിപൻ. നമുക്ക് ഈ മനുഷ്യൻ വലിയൊരു മാതൃകയാണ്. കാരണം പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നത് പോലെ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എവിടെ വേണമെങ്കിലും പോകും, ഏത് മലയും കയറും, എത്ര കൂട് തിരി വേണം നമ്മൾ കത്തിക്കും, നമ്മുടെ ആഗ്രഹം അനുസരിച്ച് നമ്മുടെ ഇഷ്ടമനുസരിച്ച് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്. അവിടെയാണ് ഈ മനുഷ്യൻ പറയുന്നത്, കർത്താവേ അങ്ങൊന്ന് പറഞ്ഞാൽ മാത്രം മതി എന്നുള്ളത്. ഈ മനുഷ്യനോട് ഈശോ പറയാണ്, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് സംഭവിക്കട്ടെ എന്നുള്ളത്. അതാണ് വിശ്വാസത്തിൻ്റെ ആഴവും ശക്തിയും എന്ന് പറയുന്നത്. ഈ ശതാധിപൻ്റെ വിശ്വാസം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തെയും കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം.